ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഷവർമയാണ്. ഷവർമ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഷവർമ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടേക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റമദാനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് ഷവർമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് ഷവർമയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കാണ് വേണ്ടത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ടൊമാറ്റോ ആണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞതിന് ശേഷം വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ്. നമ്മൾ ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടാണ് ഈ മയോണൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സോസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 ടേബിൾ സ്പൂണ് മയോണൈസ് കൂടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി മയോണൈസിൽ ചേർത്തതാണ്. അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടിപ്പോവരുത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നിങ്ങൾ ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് എഗ്ഗാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം എഗ്ഗ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എഗ്ഗൊക്കെ പൊടിഞ്ഞു പോവും. ഞാനിവിടെ 2 എഗ്ഗാണ് പുഴുങ്ങിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മഞ്ഞക്കരു മാറ്റിയതിന് ശേഷം ആ വെള്ള ഭാഗം മാത്രം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമ്മളുടെ ഷവർമയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ സമയം നിങ്ങൾക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ മിൽക്കും ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ അളവ് കൂടി പോകരുത്. 2-3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു ബ്രെഡ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ കൂട്ടിലോട്ട് ഓരോ സ്ലൈസ് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇരുവശവും ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് കരിഞ്ഞ് പോവരുത്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റണം. ഈ മിൽക്കിൽ കുറേ സമയം കുതിരാൻ വെക്കരുത്. അപ്പോൾ ബ്രെഡൊക്കെ പൊടിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് എത്ര ബ്രെഡ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരമായിട്ട് ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇല്ല നെയ്യൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്ന് ബ്രെഡ് ചൂടാക്കിയെടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടാവുമല്ലോ, അതിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം സാൻഡ്വിച്ച് മേക്കർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും. പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇതുപോലെ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഷവർമ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. അങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും വെന്തു പോയില്ലല്ലോ,
നമ്മൾ പിന്നീട് ചൂടാക്കി എടുക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കാവും. അതിൽ നല്ലത് ഇതുപോലെ പച്ചക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും മാത്രം ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അധികം കരിഞ്ഞു പോവരുത്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ നമ്മൾ ഷവർമ ഉണ്ടാക്കണ്ട. കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഷവർമ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ബ്രെഡ് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഷവർമ തയ്യാറാക്കി തുടങ്ങാം. ഇനി 2 സ്ലൈസ് ബ്രെഡിലോട്ട് ഓരോ ടീസ്പൂണ് മയോണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം മയോണൈസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറേശ്ശെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ നേരത്തെ വെജിറ്റബിൾസിൽ കൂടി മയോണൈസ് ചേർത്തതാണ്. ഇനി ബാക്കിയുള്ള 2 സ്ലൈസിലോട്ട് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മയോണൈസ് ചേർത്ത ബ്രെഡ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കണം. അല്പം കനത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോഴായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ 2 ബ്രെഡിൻ്റെ സ്ലൈസിലും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് വെച്ച ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ 2 ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടല്ലോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ഷവർമയും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറും 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനും. അപ്പോൾ ഈ റമദാനിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഷവർമ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.